महाभारतं महाभारतं यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय सम्भवामि युगे युगे. അങ്ങനെ ദ്വൈതവനത്തിൽ എത്തിച്ചേർന്ന പാണ്ഡവർ അവിടെ തപസ് ചെയ്യുന്ന തപസ്വികളായ ബ്രാഹ്മണോത്തമന്മാരുമായി ചേർന്ന് യാഗാദി കർമ്മങ്ങളിലൊക്കെ പങ്കുകൊണ്ട് അങ്ങനെ വളരെ സുന്ദരമായിട്ട് സുഖമായിട്ട് അവർ വസിച്ചു പോന്നു. ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം പാണ്ഡവരോടുകൂടി ഇരിക്കുന്ന കൃഷ്ണയ്ക്ക് എത്രയായിട്ടും താൻ അനുഭവിച്ച ആ ഒരു ദിവസത്തെക്കുറിച്ചുള്ള ഓർമ്മ അതങ്ങോട്ട് മനസ്സിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല ദ്രൗപദി യുധിഷ്ഠിരനോട് പറയുകയാണ്, എങ്ങനെയൊക്കെ ജീവിച്ചവനാണ് അങ്ങ്, അങ്ങനെയുള്ള അങ്ങ് ഇന്നിപ്പോൾ ഈ മാൻതോലുടുത്ത് ഈ കാട്ടിൽ ഇങ്ങനെ കഴിയുന്നത് കാണുമ്പോൾ എനിക്കിത് സഹിക്കുന്നില്ല. പക്ഷേ ദ്രൗപദി അതിശയപ്പെടുന്നത് എന്നെയോ ഭീമനെയോ അതുപോലെ അർജുനൻ ഇവരൊക്കെ ഈ കാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് അങ്ങക്ക് എന്താണ് ക്രോധമില്ലാത്തത്, അതെന്നെ വല്ലാതെ അതിശയപ്പെടുത്തുന്നു എന്ന് ദ്രൗപദി യുധിഷ്ഠിരനോട് പറയുകയാണ്. ദ്രൗപദി വീണ്ടും യുധിഷ്ഠിരനോട് പറയുന്നു, ധർമ്മരാജാവേ, ഇപ്പോൾ ഭവാന് ബലം പ്രയോഗിക്കേണ്ട കാലമാണ്. എന്നും ദ്രോഹം ചെയ്യുന്ന ദുഷ്ടരായ ധാർത്തരാഷ്ട്രന്മാരിൽ ക്ഷമിക്കേണ്ട കാലമല്ല ഇത്. ദുഷ്ടരായ ആ കുരുക്കളിൽ ലേശവും ക്ഷമ കാണിക്കുവാൻ ന്യായമില്ല. ഇപ്പോൾ ക്ഷമയുടെ അല്ല ശക്തിയുടെ കാലമാണ്. അങ്ങ് അവരിൽ സ്വതേജസ് കാണിക്കുക തന്നെ വേണം. അതിവിനയിയും മൃദുവുമായവനെ ജനങ്ങൾ അവഗണിക്കും. തീഷ്ണനായവൻ മറ്റുള്ളവരെ ശിക്ഷിക്കുകയും ചെയ്യും. ഇവ രണ്ടും വേണ്ട കാലത്ത് അറിഞ്ഞു പെരുമാറുന്നവനാണ് ഒരു യഥാർത്ഥ രാജാവ്. എന്നാൽ ഇത് കേട്ട് യുധിഷ്ഠിരൻ തൻ്റെ ധാർമ്മികമായ കാര്യങ്ങളിലുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് പറയുകയാണ്. ഹേ ദ്രൗപദി, ക്രോധം മനുഷ്യരെ കൊല്ലും. ക്രോധത്തെ സംഹരിക്കുന്നവന് തീർച്ചയായും അഭിവൃദ്ധി ഉണ്ടാകും. നിത്യവും ക്രോധിച്ചു കൊണ്ടിരിക്കുന്നവന് എന്ത് സംഭവിക്കും എന്നുള്ളത് നിനക്കറിയാമല്ലോ. ക്രോധം വിനാശത്തിന്റെ കാരണമാണ്, വിനാശത്തിന് മൂലകാരണമാണ്. പിന്നെ എങ്ങനെ എന്നെ പോലെയുള്ളവർ ലോകവിനാശഹേതുവായ ക്രോധം സ്വീകരിക്കും? പാപം ചെയ്യുന്ന നരനാണ് ക്രുദ്ധൻ. ക്രുദ്ധൻ ഗുരുക്കളെ കൊല്ലും. ക്രുദ്ധൻ പരുഷവാക്കുകൊണ്ട് യോഗ്യരെയും ഭർസിക്കും. കോപിക്ക് എന്ത് പറയണം എന്ത് പറയരുത് എന്ന് അറിയില്ല. ക്രുദ്ധന് വയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല, എന്തും ചെയ്യും. അബദ്ധ്യന്മാരെ കോപിച്ച് അവൻ കൊല്ലും. ഇങ്ങനെയുള്ള ദോഷങ്ങൾ വേണ്ടതുപോലെ അറിഞ്ഞിട്ടാണ് വിദ്വാൻമാർ രോഷത്തെ ജയിക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ജ്ഞാനികൾ ഒരിക്കലും ക്രോധം കൈക്കൊള്ളാത്തത്. ഇതെല്ലാം അറിയാവുന്നത് കൊണ്ടാണ് ദ്രൗപദി ഞാനും ക്രുദ്ധനാവാത്തത്. ക്രോധിക്കുന്നവനിൽ ക്രോധിക്കാത്തവൻ മഹാവിപത്തുകളിൽ നിന്ന് തന്നെയും അന്യന്മാരെയും രക്ഷിക്കുന്നു. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ളവൻ വൈദ്യനാണ്. അതായത് തന്നോട് കോപിക്കുന്നവരിലും ക്ഷമിക്കുന്നവൻ ഒരു വൈദ്യന് തുല്യനാണ് എന്നാണ് യുധിഷ്ഠിരൻ പറയുന്നത്. ശക്തനും വിദ്വാനുമായവൻ കോപമടക്കി തന്നെ ഉപദ്രവിക്കുന്നവനെ അവഗണിച്ചാൽ പരലോകത്ത് അവന് സുഖമുണ്ടാകും. അതുകൊണ്ട് അറിവുള്ളവർ ബലമുണ്ടായാലും ഇല്ലെങ്കിലും അപരൻ കുറ്റം ചെയ്താലും എപ്പോഴും ക്ഷമിക്കണം. കൃഷ്ണേ, അതുകൊണ്ടാണ് സജ്ജനങ്ങൾ ക്രോധമടക്കിയവരെ പ്രശംസിക്കുന്നത്. സത്യസന്ധനും ക്ഷമാശാലിയും ആയവന് എന്നും വിജയം ലഭിക്കുമെന്ന് സജ്ജനങ്ങൾ പറയുന്നു. അസത്യത്തെക്കാൾ ശ്രേഷ്ഠം സത്യമാണ്. അതുപോലെ ക്ഷമയും വിനയവും ക്രോധത്തെക്കാൾ ശ്രേഷ്ഠമാണ്. ദുര്യോധനനെ കൊല്ലുവാൻ വേണ്ടി മാത്രം
ഞാൻ എങ്ങനെ ക്രോധത്തെ സ്വീകരിക്കും? ദീർഘദർശിയും ബുധശ്രേഷ്ഠനും തേജസ്വിയുമാണെന്ന് ജനങ്ങൾ പറയുന്നവർ പുറമേക്ക് മാത്രം കോപം നടിക്കുന്നവരാണ്. ക്രോധം ഒരിക്കലും ആവശ്യമില്ല എന്നുള്ളത് തീർച്ചയാണ്. മനഃശക്തിയുള്ളവൻ അത് എന്നും ഒഴിവാക്കുക തന്നെ ചെയ്യും. ക്രോധം ശക്തിയുടെ പര്യായമായി കാണുന്നത് വിഡ്ഢികൾ മാത്രമാണ് എന്നാണ് യുധിഷ്ഠിരൻ പറയുന്നത്. ഭൂമിയെ പോലെ ക്ഷമാശീലരായവർ ഉണ്ടായിരുന്നില്ലെങ്കിൽ മനുഷ്യർക്ക് സമാധാനം തീരെ ലഭിക്കുമായിരുന്നില്ല. എന്നും എപ്പോഴും അനുസ്യൂതമായി കോപം മൂലമുണ്ടാകുന്ന വഴക്കുകൾ കൊണ്ട് ഈ ലോകം അശാന്തമായി തീർന്നേനെ. വേദനിപ്പിക്കപ്പെട്ടവരൊക്കെ പകരം മറ്റുള്ളവരെ, തന്നെ ആരാണോ വേദനിപ്പിച്ചത് അവരെ വേദനിപ്പിക്കുകയും ഉപദ്രവിക്കപ്പെട്ടവൻ തിരിച്ചുപദ്രവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ ലോകത്തിന്റെ സ്ഥിതി എന്തായിരിക്കും എന്നാണ് യുധിഷ്ഠിരൻ ചോദിക്കുന്നത്. ശകാരിച്ചാൽ അതിനെതിരായി മനുഷ്യർ ശകാരിക്കുകയും ഹിംസിച്ചാൽ പകരം ഹിംസിക്കുകയും ചെയ്യുകയാണെങ്കിൽ പിതാക്കൾ മക്കളെ കൊല്ലുകയും പിതാക്കന്മാരെ മക്കൾ കൊല്ലുകയും ഭർത്താക്കന്മാർ ഭാര്യമാരെ കൊല്ലുകയും ഭാര്യമാർ ഭർത്താക്കന്മാരെ കൊല്ലുകയും ചെയ്യും. പിന്നെ ഇങ്ങനെ എല്ലാവരും കോപിക്കാൻ തുടങ്ങിയാൽ കൃഷ്ണേ, ഈ ലോകത്തിന്റെ സ്ഥിതി എങ്ങനെ നടക്കും? ക്രോധത്തെ ഇകഴ്ത്തുകയും ക്ഷമയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കുകയും ചെയ്തിട്ട് യുധിഷ്ഠിരൻ പറയുകയാണ്, ഹേ ഭാമിനി, സുയോധനൻ രാജ്യം അർഹിക്കുന്നില്ല, അതുകൊണ്ട് അവൻ ക്ഷമ കൈക്കൊള്ളുന്നില്ല. ഞാനാണെങ്കിൽ രാജ്യാധികാരം അർഹിക്കുന്നു, അതുകൊണ്ട് ക്ഷമ വെടിയാതിരിക്കുന്നു. ക്ഷമ എന്നിൽ ഉറച്ചതാണ്, അതിന് ഇളക്കമുണ്ടാവുകയില്ല. ക്ഷമയും ശാന്തതയും മനസ്സിനെ അടക്കുവാൻ കഴിവുള്ളവരുടെ ഗുണങ്ങളാണ്. ഇത് സനാതനമായ ധർമ്മമാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും ക്ഷമ ഉപേക്ഷിക്കാൻ സാധിക്കില്ല. ഇത് കേട്ട് കുറച്ചൊരു പരിഹാസത്തോടുകൂടെ ദ്രൗപദി പറയുകയാണ്, അങ്ങേക്ക് ഈ മോഹം നൽകിയ ധാതാവിനും വിധാതാവിനും ഞാൻ കൈകൂപ്പുന്നു. അങ്ങയുടെ ഈ ക്ലേശസ്ഥിതിയിൽ ഭവാൻ അങ്ങയുടെ പിതൃപൈതാഹന്മാർ ചിന്തിച്ച മട്ടിലേ അല്ല ചിന്തിക്കുന്നത്. ഇവിടെ പാഞ്ചാലി പറയുകയാണ്, ക്ഷമ, ആർജവം, ദയ ഇവയൊന്നും മർത്യന് ഐശ്വര്യത്തെ നേടുവാൻ കാരണമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അല്ലെങ്കിൽ ഈ ഘോരമായ വ്യസനം അങ്ങേക്കും അങ്ങയുടെ അനുജന്മാർക്കും എങ്ങനെ വന്നുകൂടി? കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചാണ് ഫലം കിട്ടുന്നതെങ്കിൽ അങ്ങ് ഇത്രയും കാലം ധർമ്മം മാത്രമേ ചെയ്തിട്ടുള്ളൂ, എന്നിട്ടും എന്താണ് ഇങ്ങനെ? അപ്പോൾ ഇനിയും ഇങ്ങനെ ധർമ്മം മാത്രം നോക്കി ജീവിച്ചിട്ട് കാര്യമുണ്ടോ? ധർമ്മം വേണം, വേണ്ട എന്നല്ല, പക്ഷേ ക്രോധം വേണ്ടിടത്ത് ക്രോധം വേണ്ടേ എന്നാണ് ദ്രൗപദി ചോദിക്കുന്നത്. ധർമ്മം കാക്കുന്ന രാജാവിനെ ധർമ്മം രക്ഷിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ അങ്ങ് ജീവിതത്തിൽ ആചരിച്ച ധർമ്മം അങ്ങയെ രക്ഷിച്ചില്ലല്ലോ. ഭവാന്റെ ധർമ്മം ഭവാനെ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയോ? മറ്റൊന്നിലും ഭവാന്റെ ബുദ്ധി ചെല്ലുന്നില്ല. എപ്പോഴും ധർമ്മം ധർമ്മം ധർമ്മം. ഇങ്ങനെ ധർമ്മത്തിൽ തന്നെ നിഴൽ മനുഷ്യനെ എന്നതുപോലെ എപ്പോഴും ധർമ്മത്തിൽ തന്നെ ഭവാൻ ചെല്ലുന്നു. ഭൂമി മുഴുവൻ ജയിച്ചിട്ടും അങ്ങേക്ക് അഹങ്കാരം ഉണ്ടായിരുന്നില്ല. അങ്ങൊരു ഗൃഹസ്ഥനായിട്ടിരുന്ന് ചെയ്യേണ്ട എല്ലാ ധർമ്മവും പാലിച്ചാണ് ജീവിച്ചത്. എന്നിട്ടും ഇപ്പോൾ അങ്ങേക്ക് വന്ന സ്ഥിതി എന്താണ്? കള്ളന്മാർ വാഴുന്ന വിജനമായ ഈ കാട്ടിൽ നാടുവിട്ടു വന്ന് പാർക്കുമ്പോഴും അങ്ങയുടെ ധർമ്മത്തിന് ഒട്ടും കൈമോശം വന്നിട്ടില്ല. അങ്ങ് ഒരുപാട് യാഗങ്ങൾ ചെയ്തു, രാജസൂയ യാഗം എല്ലാം അങ്ങ് ചെയ്തു. എന്നിട്ടും ഭവാൻ ബുദ്ധി പിഴച്ച് ആ ചൂതിൽ തോറ്റ അശുഭ മുഹൂർത്തത്തിൽ രാജ്യവും ധനവും ശസ്ത്രവും മാത്രമല്ല ഭ്രാതാക്കളെയും ഈ എന്നെയും കൂടെ പണയം വെച്ചില്ല. വലിയ ധാർമ്മികനാണെങ്കിൽ ദയാശീലനും സൗമ്യനും വിശാല മനസ്കനും സത്യവാദിയുമായ ഭവാന് എങ്ങനെ ചൂത് കളിക്കാൻ മനസ്സുണ്ടായി? എന്താണ് ഇങ്ങനെ ബുദ്ധി കെട്ടുപോയത്? ഗുണവാനായ അങ്ങേക്ക് ഇത്തരം ദുഃഖമയമായ ആപത്ത് അകപ്പെട്ട് കാണുമ്പോൾ ഞാൻ അങ്ങേയറ്റം അമ്പരക്കുന്നു. ഇവിടെ ദ്രൗപദിയും താൻ കേട്ട കാര്യത്തെക്കുറിച്ച് പറയുന്നു. നമ്മൾ ഇനി എന്തൊക്കെ ചെയ്താലും നമ്മുടെ പൂർവജന്മ കർമ്മഫലം എന്നൊന്നുണ്ട്, അത് മാത്രമേ നടക്കുള്ളൂ എന്ന് പറഞ്ഞത് വളരെ സത്യമാണെന്ന് ഇതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു. ആരും അവനവന് അധീനരല്ല.
നൂലിൽ കോർത്ത മുത്തുപോലെ, മൂക്കിൽ കയറിട്ട കാള പോലെ എല്ലാവരും ആ ധാതാവിന്റെ ശാസനയ്ക്ക് വിധേയരായിരിക്കുന്നു. പ്രപഞ്ചാത്മാവിൽ ആശ്രിതനായ മനുഷ്യന് ഒരു നിമിഷം പോലും സ്വതന്ത്രനാകാൻ കഴിയുകയില്ല. തന്റെ സുഖദുഃഖങ്ങൾ താൻ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അത് നടക്കുകയില്ല. അതായത് സുഖം വേണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമൊന്നും സുഖം വരില്ല, ദുഃഖം വരല്ലേ എന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം ദുഃഖം വരാതിരിക്കുകയും ഇല്ല. ഇത് രണ്ടും നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്ന് സ്വന്തം അനുഭവം കൊണ്ട് ദ്രൗപദി വിശ്വസിക്കുകയാണ്. സർവശക്തനായ ഈശ്വരൻ സൃഷ്ടിച്ചും നശിപ്പിച്ചും സ്വേച്ഛ പോലെ ജീവജാലങ്ങളുമായിട്ടൊരു കളി കളിക്കുകയാണ്. കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ കളിക്കോപ്പ് കൊണ്ട് കുട്ടി കളിക്കുന്നത് പോലെ വിധി കളിക്കുന്നു. അച്ഛനമ്മമാരെ പോലെ അല്ല ഈ വിധി തന്റെ സൃഷ്ടികളോട് പെരുമാറുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഹേ രാജാവേ, ക്രുദ്ധരെ പോലെയാണ് അവന്റെ പ്രവൃത്തി. നമ്മളെല്ലാവരും പറയുന്നതാണ് വിധി എന്നോട് ക്രൂരമായാണ് പെരുമാറിയത് എന്ന്. അപ്പോൾ ദുഷ്ടനെ പോലെയാണ് ഈ വിധിയുടെ പ്രവൃത്തി എന്ന് പാഞ്ചാലിയും പറയുകയാണ്. മഹാത്മാക്കളും സുശീലന്മാരുമായവർ വളരെയധികം കഷ്ടപ്പെടുന്നു. അതേസമയം ദുര്യോധനനെ പോലെ ദുഷ്ടന്മാരായിട്ടുള്ളവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പൊ നമ്മുടെയൊക്കെ അതേ കാഴ്ചപ്പാടിലാണ് ദ്രൗപദി സംസാരിക്കുന്നത്. ഏതൊരു സാധാരണക്കാരന്റെയും കാഴ്ചപ്പാടിലാണ് ദ്രൗപദി സംസാരിക്കുന്നത്. ദ്രൗപദിയുടെ ഈ വാക്കുകൾ കേട്ട് യുധിഷ്ഠിരൻ പറയുകയാണ്, ദ്രൗപദി, നീ ഇപ്പോൾ ഒരു നിരീശ്വരവാദിയെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. ഇനി നീ കേട്ടുകൊള്ളുക, ഞാൻ കർമ്മഫലം നോക്കിയിട്ടല്ല കർമാനുഷ്ഠാനം ചെയ്യുന്നത്. അതായത് ഒരു പുണ്യകർമ്മം ചെയ്യുമ്പോൾ എനിക്കിതിൽ നിന്ന് പുണ്യം കിട്ടും എന്ന് പ്രതീക്ഷിച്ചല്ല ഞാൻ കർമ്മം ചെയ്യുന്നത്. ഞാൻ കൊടുക്കുന്ന ദാനത്തിന്റെയോ ചെയ്യുന്ന യാഗത്തിന്റെയോ അനന്തരഫലത്തെ ചിന്തിക്കാറില്ല. കൊടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നത് കൊണ്ട് ഞാൻ കൊടുക്കുന്നു. അതെന്റെ സ്വഭാവമാണ്. ഫലം ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, ഓരോ മനുഷ്യനും അവനവന്റെ കർത്തവ്യം ചെയ്തിരിക്കണം. അത് ഗൃഹസ്ഥന്റെ ധർമ്മമാണ്. അതുകൊണ്ട് എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ എൻ്റെ കർത്തവ്യം ചെയ്യുന്നു. ഞാൻ ധർമ്മം ആചരിക്കുന്നു. അത് ധർമ്മത്തിന്റെ ഫലം ആശിച്ചല്ല. ധാർമ്മിക പ്രവൃത്തികൾ ചെയ്താൽ എനിക്ക് സ്വർഗം കിട്ടും എന്ന് ചിന്തിക്കുന്നവൻ, സ്വർഗലാഭത്തിനുള്ള ലാഭക്കച്ചവടം ചെയ്യുന്നവൻ ധർമ്മജ്ഞന്മാർക്ക് നിന്ദ്യനാണ്. പ്രതിഫലത്തിനു വേണ്ടി കർമ്മം ചെയ്യുന്നതിനെ കച്ചവടം എന്നാണ് വിളിക്കുക. അതൊരിക്കലും ധർമ്മമല്ല. അത്തരക്കാർ നിന്ദ്യരാണ്. അവരെ ഒരിക്കലും ധർമ്മിഷ്ഠരായി കണക്കാക്കുകയില്ല. ധർമ്മത്തിൽ നിന്ന് ഫലത്തെ ആഗ്രഹിക്കുന്നവൻ കർമ്മത്തിന്റെ മഹത്തായ ഫലം നേടുന്നതും അല്ല. സത്കർമ്മം ചെയ്ത ശേഷം ധർമ്മത്തെ സംശയിക്കുന്നവനും ഐശ്വര്യം നേടുകയില്ല. അതായത് ഞാൻ ഈ പുണ്യപ്രവൃത്തി ചെയ്തു, എനിക്കിതിൽ നിന്ന് നല്ലത് കിട്ടുമോ ആവോ, ഇങ്ങനെ സംശയിച്ചാലും അവന് ഐശ്വര്യമുണ്ടാവുകയില്ല. അതുകൊണ്ട് കൃഷ്ണേ, ഞാൻ വേദത്തെ അടിസ്ഥാനമാക്കി വീണ്ടും വീണ്ടും പറയുന്നു, ധർമ്മത്തെ സംശയിക്കരുത്. ധർമ്മത്തെ ശങ്കിക്കുന്നവന് പക്ഷികളുടെ ഗതി വന്നുകൂടും. അടുത്ത ജന്മത്തിൽ അവൻ പക്ഷിയായിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ പക്ഷിമൃഗാദികളുടെ വർഗത്തിൽ വന്ന് ജനിക്കുമെന്നാണ് ഇവിടെ യുധിഷ്ഠിരൻ പറയുന്നത്. ഇവിടെ യുധിഷ്ഠിരൻ ചോദിക്കുന്നു, ധർമ്മം നിഷ്ഫലമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഋഷിമാരും ദേവകളും ഗന്ധർവന്മാരും ഈ ധർമ്മത്തെ ആദരിച്ച് സ്വീകരിക്കുന്നത്? അവർക്ക് ഈ സത്യം വ്യക്തമായും അറിയാം. ഇന്നല്ലെങ്കിൽ നാളെ സത്യം മാത്രമേ ജയിക്കുള്ളൂ, ധർമ്മം മാത്രമേ ജയിക്കുള്ളൂ. നമ്മൾ സാധാരണ മനുഷ്യർക്ക് കണ്ടറിയാൻ സാധിക്കുന്നതല്ല കർമ്മഫലത്തിന്റെ രഹസ്യം. അതറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എല്ലാറ്റിനെയും പഴി പറയുന്നത്. കർമ്മങ്ങളുടെ ഉദ്ഭവനാശങ്ങളെ കുറിച്ച് ദേവന്മാർക്ക് പോലും അറിഞ്ഞുകൂടാ. ഇവ ആർക്കും അറിയാത്ത രഹസ്യങ്ങളാണ്. സാധാരണക്കാർക്ക് ഇതിനെക്കുറിച്ച് ഒട്ടും അറിവില്ല. അതുകൊണ്ട് ഫലം കാണുന്നില്ല, അതായത് പ്രത്യക്ഷത്തിൽ ഫലം കാണുന്നില്ല എന്ന് വിചാരിച്ച് ഒരിക്കലും നീ ധർമ്മത്തെയും ദൈവത്തെയും പറ്റി സംശയിക്കരുത്. ശ്രദ്ധയോടെ യജിക്കേണ്ടതും അസൂയ കൂടാതെ ദാനം ചെയ്യേണ്ടതും നമ്മുടെ കടമയാണ്.
ഫലത്തെക്കുറിച്ച് നോക്കാതെ നമ്മുടെ ആ കടമ, കർത്തവ്യം നാം നിർവഹിക്കണം. കർമ്മങ്ങൾക്കെല്ലാം ഫലമുണ്ട്. ധർമ്മം ശാശ്വതവുമാണ്. അതിൽ നീ ഒട്ടും ശങ്കിക്കരുത്. ശങ്കയുണ്ടെങ്കിൽ അത് പാടെ അകറ്റുക. സർവേശ്വരനായ വിധാതാവിനെ നീ ആക്ഷേപിക്കരുത്. അവനെ എങ്ങനെ മനസ്സിലാക്കാമെന്ന് നീ അറിയുക. ആ ദേവനെ നീ നമസ്കരിക്കുക. നിന്റെ ബുദ്ധി ഇനിമേൽ പിഴച്ചു പോകാതിരിക്കട്ടെ. ആ ദേവന്റെ പ്രസാദത്താൽ, അനുഗ്രഹത്താൽ ഭക്തനായ മർത്യൻ അമർത്യനായി ഉയരും. അങ്ങനെയുള്ള മുഖ്യദേവതയെ, കൃഷ്ണനെ, നീ ഒരിക്കലും നിന്ദിക്കരുത്. അപ്പോൾ ദ്രൗപദി പറഞ്ഞു, ഞാൻ ഒരിക്കലും ധർമ്മത്തെ അപമാനിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യില്ല. പ്രജാപതിയായ വിധാതാവിനെ ഞാൻ എന്തിനു നിന്ദിക്കുന്നു? ദുഃഖാർത്തയായ ഞാൻ പലതും പറഞ്ഞ് വിലപിക്കുന്നതിനിടയിൽ ആരെയെങ്കിലും പഴിക്കുന്നതായാൽ അത് കരുതലോടുകൂടെ ചെയ്യുന്ന നിന്ദയാണെന്ന് ഭവാൻ വിചാരിക്കരുത്. എന്റെ സങ്കടം കൊണ്ട് ഞാൻ ഓരോന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇവിടെ വീണ്ടും മുജ്ജന്മ ഫലം തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ, ഈ ഒരു ജീവിതത്തിന് ആധാരമെന്ന് ദ്രൗപദിയും പറയുകയാണ്. കർമ്മമില്ലാതിരുന്നാൽ ചേതനങ്ങളായ ജീവികളൊന്നും തന്നെ ജീവിക്കുകയില്ല. പശുക്കുട്ടി ജനിച്ച ഉടനെ അതിന്റെ അമ്മയുടെ മുല കുടിച്ചു തുടങ്ങുന്നു. അതിനാരാണ് പഠിപ്പിച്ചു കൊടുത്തത്? അപ്പോൾ നമുക്കൊക്കെ മുജ്ജന്മ ഫലം എന്നോണം പല ഓർമ്മകളും ഉണ്ട്. ആ ഓർമ്മകളുടെ ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജനിച്ചു കഴിഞ്ഞ് ഓരോന്നും ചെയ്യുന്നത്. അല്ലാതെ ഇതൊന്നും ആരും പഠിപ്പിച്ചു തന്നതല്ല. 6-ാം മാസത്തിൽ ഇരിക്കണമെന്ന് ആരും പഠിപ്പിച്ചു തന്നതല്ല. 1 വയസ്സാകുമ്പോൾ നടക്കണമെന്ന് ആരും പഠിപ്പിച്ചു തരുന്നതല്ല. അതൊക്കെ മുജ്ജന്മത്തിലെ നമ്മുടെ വാസനകൾ, നമ്മുടെ ഓർമ്മകളാണ് നമ്മളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത്. എങ്കിലും ദ്രൗപദി ഒരു കാര്യം പറയുകയാണ്, എല്ലാം വിധിയുടെ ഹിതം പോലെ വരട്ടെ എന്ന് വിചാരിച്ച് പ്രയത്നിക്കാതെ ഒരു കർമ്മവും ചെയ്യാതെ സസുഖം കിടക്കുന്ന വിഡ്ഢി വെള്ളത്തിൽ വീണ പച്ചക്കളി മൺകുടം പോലെ നശിച്ചു പോകും. അതായത് ഒരു കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ കുടം അത് ചൂളയിൽ വെച്ച് വേവിക്കണം, എന്നാലേ അതിന് ഉറപ്പുണ്ടാവുള്ളൂ. അതല്ലാത്ത കളിമൺകുടം പോലെ എല്ലാം വിധി പോലെ വരട്ടെ എന്നും വിചാരിച്ച് ജീവിച്ചാൽ അവൻ നശിച്ചു പോകും. അതുപോലെ കർമ്മം ചെയ്യുവാൻ ശക്തിയുള്ള ആൾ ഭാഗ്യത്തെ മാത്രം ആശ്രയിച്ച് തന്റെ ബുദ്ധിശൂന്യത കൊണ്ട് കർമ്മഹീനനായി അലസനായി അടങ്ങിയിരുന്നാൽ എന്ത് സംഭവിക്കും? അവൻ അനാഥനെ പോലെ ദുർബലനായി തീരും. ഒട്ടും പ്രയത്നിക്കാതെ അവിചാരിതമായി സമ്പത്ത് നേടുവാൻ കഴിയുമെങ്കിൽ അതിനെ ഭാഗ്യമായി കണക്കാക്കുന്നു. അതേസമയം കർമ്മം തന്നെത്താൻ ചെയ്ത് അതിൽ നിന്ന് ഈ ലോകത്തിൽ പ്രത്യക്ഷമായ ഫലം ഒരുവൻ നേടുന്നത് അവന്റെ പൗരുഷമാണ്. നമുക്ക് സ്വാഭാവികമായി വരുന്ന കർമ്മഫലങ്ങൾ പോലും ഇത് ഞാൻ പ്രവർത്തിച്ച് നേടിയതാണ് എന്ന് തോന്നിയാൽ പോലും സത്യത്തിൽ അതങ്ങനെയല്ല. അതിനും നമ്മുടെ പൂർവജന്മവുമായി ബന്ധമുണ്ട്. ഈശ്വരൻ പൂർവകർമ്മ ഫലങ്ങളെ വിഭജിച്ച് നൽകുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതായത് ഈ ദേഹം എന്നത് ഈശ്വരന്റെ കയ്യിലെ ഉപകരണം മാത്രമാണ്. ജീവികൾക്ക് വിധിവിഹിതമായുണ്ടാകുന്ന ശുഭാശുഭങ്ങൾ പൂർവകർമ്മങ്ങളുടെ വിളവുകളാണ്. പൂർവകർമ്മങ്ങളിൽ നിന്ന് ഈ ജീവിതം ഉണ്ടാകുന്നു. ഇപ്പോഴുള്ള ഈ ജീവിതത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്ന് നമ്മുടെ ഭാവി കർമ്മങ്ങളും ഉണ്ടാകുന്നു. ചില ആളുകളെങ്കിലും പൂർവജന്മ കർമ്മഫലത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ അവരോടുള്ള ദ്രൗപദിയുടെ ഒരു ചോദ്യമാണിത്. പൂർവകർമ്മത്തിന് സ്ഥാനമില്ലെങ്കിൽ മനുഷ്യർ ചെയ്യുന്ന ഏത് കാര്യത്തിനും അപ്പപ്പോൾ ഫലം ലഭിക്കേണ്ടതല്ലേ? പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. നല്ലത് വരണം എന്ന് ആഗ്രഹിച്ച് ചെയ്യുന്നതിന് നേരെ വിപരീത ഫലം ഉണ്ടാകാറുണ്ട്. അതേസമയം മോശം സംഭവിക്കരുത് എന്ന് ഉറപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കല്ലേ എന്ന് വിചാരിച്ച് ചെയ്യുന്നത് മോശമായി ഭവിക്കുന്നും ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ആധാരം നമ്മുടെ പൂർവജന്മ കർമ്മ ഫലം തന്നെയാണ് എന്ന് ദ്രൗപദി ഇവിടെ ഉറപ്പിച്ചു പറയുന്നു. എങ്കിലും രാജാവേ, നമുക്ക് വളരെയധികം അനർത്ഥങ്ങൾ നേരിട്ടിരിക്കുന്ന ഈ കാലത്ത് അങ്ങ് പൗരുഷത്തിൽ ഏർപ്പെടണം. അതായത് അങ്ങായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കണം. ബാക്കിയെല്ലാം വിധി പോലെ വരട്ടെ എന്ന് ചിന്തിച്ചാലും അങ്ങും അങ്ങയുടേതായ രീതിയിൽ എന്തെങ്കിലും പ്രവർത്തിക്കണം. കർഷകൻ കരികൊണ്ട് നിലം ഉഴുത്
വിതച്ചു കഴിഞ്ഞാൽ അവന്റെ ജോലി തീർന്നു. പക്ഷെ അത്രയെങ്കിലും കർഷകൻ ചെയ്യണം. പിന്നത്തെ ജോലി മഴക്കാറിൻ്റെതാണ്. മഴ പെയ്യാതെ കൃഷി നശിച്ചാൽ പിന്നെ കുറ്റം കർഷകനില്ല. ഇതുപോലെ അങ്ങും അങ്ങയെ കൊണ്ട് സാധിക്കുന്നത് എന്താണോ അത് ചെയ്തിരിക്കണം. അല്ലാതെ വിധി പോലെ വരട്ടെ, അതങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞിങ്ങനെ അലസനായിട്ടിരിക്കരുത് എന്നുകൂടെ ദ്രൗപദി ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ദ്രൗപദി പറഞ്ഞത് കേട്ട് ഭീമനും അതിനെ പിന്തുണയ്ക്കുകയാണ്. ഭീമൻ പറഞ്ഞു, ഹേ രാജാവേ, സത്പുരുഷന്മാർക്ക് ഉചിതമായ മാർഗം അവലംബിക്കുക. രാജ്യപദവി വെടിഞ്ഞ് നമ്മൾ ധർമാർത്ഥ കാമഹീനന്മാരായി ഈ കാട്ടിൽ വാഴുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ദുര്യോധനൻ ധർമ്മം കൊണ്ടല്ല രാജ്യം നേടിയത്, ആർജവം കൊണ്ടല്ല, കള്ളച്ചൂതു കൊണ്ടാണ്. ശക്തനായ സിംഹത്തിന്റെ തീറ്റയെ ദുർബലനായ ഒരു കുറുക്കൻ തട്ടിയെടുത്തതുപോലെ ആ ദുര്യോധനൻ നമ്മുടെ നാട് അപഹരിച്ചു. എന്നാൽ സ്വയം ദുഃഖത്തിൽ പതിച്ച് അങ്ങിങ്ങനെ എല്ലാം വിധി പോലെ വരട്ടെ എന്നും വിചാരിച്ച് എന്തിനാണ് ഇങ്ങനെ കാത്തിരിക്കുന്നത്? ഭവാൻ എപ്പോഴും ദയാശീലനായതുകൊണ്ട് വന്നു ചേരുന്ന അനർത്ഥങ്ങളെ കാണാൻ അങ്ങേക്ക് സാധിക്കാതെ ആയിരിക്കുന്നു. നമ്മൾ എപ്പോഴും ഇങ്ങനെ ക്ഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അശക്തരാണെന്ന് ആ ധാർത്തരാഷ്ട്രന്മാർ കരുതും. മരണത്തെക്കാളും ഭയങ്കരമാണ് അപമാനം. നമ്മളിപ്പോൾ അവരെ അങ്ങോട്ട് ചെന്ന് ആക്രമിച്ച് ഇനി യുദ്ധത്തിൽ തോറ്റാൽ പോലും അതിനൊരു ശ്രേയസ്സുണ്ട്. അതല്ലാതെ ഈ കാട്ടിൽ കഴിയുന്നത് കൊണ്ട് എന്ത് ഗുണമാണുള്ളത് എന്ന് ഭീമൻ ചോദിക്കുകയാണ്. അതുകൊണ്ട് ഭവാൻ സ്വധർമ്മത്തെ കൈക്കൊള്ളുക, ശത്രുവർഗത്തെ കൊന്നൊടുക്കുക. ഹേ രാജാവേ, ധാർത്തരാഷ്ട്രന്മാരുടെ ബലത്തെ എന്റെയും അർജുനന്റെയും സഹായത്തോടെ ഭവാൻ നശിപ്പിക്കുക. പരമാധികാരമാണ് പരമധർമ്മം എന്ന് ബുദ്ധിമാന്മാരായ വിദ്വാൻമാർ പറയുന്നു. അതുകൊണ്ട് ഐശ്വര്യത്തിലല്ലാതെ അനൈശ്വര്യത്തിൽ മനസ്സ് പതിയുവാൻ പാടില്ല. സനാതനമായ ക്ഷാത്രധർമ്മം അങ്ങ് എപ്പോഴും ഓർമ്മിക്കണം. അങ്ങൊരു ക്ഷത്രിയനാണ്. ക്ഷത്രിയന്റെ ധർമ്മം പ്രജാപാലനമാണ്, അല്ലാതെ ഇങ്ങനെ കാട്ടിൽ വന്ന് കഴിയുകയല്ല. ഇതൊക്കെ കേട്ടിട്ടും യുധിഷ്ഠിരൻ പറയുകയാണ്, അന്ന് ആ ചൂതുകളിയുടെ അവസാനം ഉണ്ടായ കരാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? എന്തു വന്നാലും ആ കരാർ ഞാൻ തെറ്റിക്കുകയില്ല. അന്ന് ചൂത് കളിക്കുന്ന സമയത്ത് എന്റെ കൈ ചുട്ടുകളയുവാൻ ഒരുങ്ങിയവനല്ലേ നീ? എന്നിട്ട് എന്തേ നീ എന്നത് ചെയ്യാതിരുന്നത്? അന്ന് നീ സ്വന്തം കൈകൾ ഞെരിക്കുക മാത്രം ചെയ്തു. അർജുനൻ തടഞ്ഞപ്പോൾ നീ എന്തിനു വഴിപ്പെട്ടു? അത്രയ്ക്ക് കരുതലോടെ അടങ്ങിയ നീ ആ കരാറിന് മുൻപ് എന്തുകൊണ്ട് എന്നെ തടഞ്ഞില്ല? അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എല്ലാവരും എന്നെ ആക്ഷേപിക്കുന്നത് എന്തിനാണ്? അങ്ങനെയെങ്കിൽ അന്ന് പറയാമായിരുന്നില്ലേ, ജ്യേഷ്ഠ ഇങ്ങനെ ചെയ്യരുത്, ഞങ്ങൾ ഇതിന് കൂട്ടുനിൽക്കില്ല എന്ന് എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല? അതുകൊണ്ട് ഇത് നമ്മുടെ വിധി തന്നെയാണ് എന്ന് എല്ലാവരും വിശ്വസിക്കുക എന്ന് തന്നെയാണ് യുധിഷ്ഠിരൻ വീണ്ടും വീണ്ടും പറഞ്ഞുറപ്പിക്കുന്നത്. ഇതൊക്കെ മഹാഭാരതത്തിലെ ധർമ്മ അധർമ്മ വിവേചനത്തെ കുറിച്ചുള്ള സംഭാഷണമാണ്. സത്യത്തിൽ മഹാഭാരതം നമുക്ക് തരുന്ന ഒരുപാട് അറിവുകളിൽ ഒന്നാണ് ഇവരുടെ ഈ സംവാദം. അതുകൊണ്ടാണ് കുറച്ചെങ്കിലും വിശദമായി പറഞ്ഞത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഞാൻ വളരെ തെരഞ്ഞെടുത്ത് ഏതാനും ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത്. പക്ഷെ ഇതൊക്കെയാണ് മഹാഭാരതത്തിന്റെ കാതലായിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയാതെ വയ്യ. മഹാഭാരതം മഹാഭാരതം